വർഷത്തോളായിട്ട് കേരളത്തിലൊരു ടൂറിസം വികസനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നടന്നിട്ടുള്ള ടൂറിസം വികസനവും അതിന്റെ പ്രത്യാഘാതങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് നിന്നിട്ട് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു വിശകലനത്തിന് മാത്രമേ ടൂറിസം വികസനത്തിന്റെ ബലഹീനതകളെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും നമുക്ക് എന്താ പറയാ, അല്ലെങ്കിൽ അതിന്റെ പ്രഖ്യാപിത നേട്ടങ്ങളെയും അല്ലെങ്കിൽ അത് എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനം നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അത്തരമൊരു എന്താ പറയാ, വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിശകലനത്തിൽ നിന്ന് മാത്രമേ നമുക്കൊരു പുതിയ ടൂറിസം വികസന പരിപ്രേക്ഷ്യം നമുക്ക് രൂപപ്പെടുത്താനും പറ്റുള്ളൂ എന്നുള്ള പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഒക്കെ ഒരു വേറെ തരത്തിലുള്ള പരാജയത്തിന് ശേഷം നേരത്തെ പലരും പരാമർശിക്കുകയുണ്ടായി, ടൂറിസമാണ് ഒരു വികസന മാതൃകയായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 13,000 കോടിയുടെ കണക്കുണ്ട്, ഒരുപാട് എന്താ പറയുക, അറൈവൽസിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ട്, ഒരു പരിധിവരെ അറൈവൽസിൽ ഗ്രോത്തും ഉണ്ട്. അത്തരം ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, കേരള ടൂറിസം ഇന്ത്യയിലെ തന്നെ ഒരു ടൂറിസം സൂപ്പർ ബ്രാൻഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പുറത്തും അകത്തൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്കറിയാം, അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയധികം ചർച്ചകൾ നടന്നിരുന്നു. മോദിനെ നമ്മൾ അനുകരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ട്. ഞങ്ങൾ കേരളത്തിലെ ടൂറിസം പോളിസിയും ഗുജറാത്ത് ടൂറിസം പോളിസിയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും പറയുകയാണ്, ഇപ്പൊ ഗുജറാത്ത് കേരളത്തിനെ അനുകരിക്കുക ചെയ്യുന്നത്. അപ്പൊ റിവേഴ്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് ടൂറിസത്തിൽ നടക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ആ ചർച്ചയുടെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കേരള മോഡൽ ഓഫ് ടൂറിസം ഡെവലപ്മെന്റ് ഇപ്പൊ 2006 ഇന്ത്യ ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ ബാക്കി എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു ടൂറിസം ഡെവലപ്മെന്റ് ആണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആ സ്റ്റഡിയിൽ പറയണത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു ടൂറിസം ചർച്ചകൾ മാത്രമേ കേരളത്തിൽ നടന്നിട്ടുള്ളൂ. ഏത് തരത്തിലുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വിമർശനം ടൂറിസത്തിനെ കുറിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അവർ രാജ്യദ്രോഹികൾ, വികസന വിരുദ്ധര്, പിന്നെ എനിക്ക് മുമ്പൊക്കെ CIA ആയിരുന്നു തോന്നുന്നു, ഇപ്പൊ അങ്ങനെ പറയാൻ നടക്കുന്നില്ല. അപ്പൊ ആ രീതിയിലാണ് ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരുപാട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബാക്കിൽ ഒക്കെ സമരങ്ങൾ നടക്കുന്ന സമയത്ത് സ്പെഷ്യൽ ടൂറിസം ഏരിയ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് തന്നെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ കൃത്യമായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ടൂറിസം ചർച്ചകൾ ഇവിടെ നടക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ടൂറിസം ചർച്ചകൾ നടന്നിട്ടില്ല. അപ്പൊ ഞാൻ CDSൽ കേരളത്തിന്റെ ഒരു അക്കാദമിക് രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ CDSൽ പോയിട്ട് ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളെ ഞാൻ പരിശോധിക്കേണ്ടായിരുന്നു. ഒരൊറ്റ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി അവിടുന്ന് കണ്ടെടുക്കാൻ പറ്റില്ല. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഇതുകൂടെ പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 1990കളിലാണ് ഇന്ത്യയിൽ ഒരു ലിബറലൈസേഷൻ, ഉദാരവൽക്കരണ പ്രക്രിയയൊക്കെ തുടങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ടൂറിസം രംഗത്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. 1986 തന്നെ കേരള ഗവൺമെന്റ് ടൂറിസം ഒരു ഇൻഡസ്ട്രി ആയിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ടൂറിസത്തിന് ഒരു ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. അതിന് പ്രകാരം ധാരാളം സബ്സിഡീസും ഇൻസെന്റീവ്സും എന്താ പറയാ ഇൻഡസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ടാരിഫിന്റെ സബ്സിഡി, ഇതൊക്കെ വലിയ പ്ലേയേഴ്സിനെ കിട്ടുന്നുള്ളൂ. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പം അങ്ങനെയുള്ളൊരു ടൂറിസം ഡെവലപ്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. പിന്നെ 1990കളിൽ ഇന്ത്യയുടെ ഒരു ലിബറലൈസേഷൻ പ്രോസസ് വരുന്നു. അത് കുറച്ചുകൂടെ നമ്മളെ ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ എന്താ പറയാ, നമുക്കറിയാം 90കളിൽ ഗവൺമെന്റിന്റെ ടൂറിസത്തിലുള്ള റോള് ഒരു റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ നിന്ന് ഒരു കാറ്റലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് കൃത്യമായിട്ടൊരു റോൾ ചേഞ്ച് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും വളരെയധികം സ്ട്രക്ചറൽ ചേഞ്ചസ് 90കളിൽ എന്താ പറയാ കേരളത്തിൽ നടത്തുന്നുണ്ട്. നമുക്കറിയാം, 1991 ഇന്ത്യ ടൂറിസം പോളിസി വരികയാണ്. ഫസ്റ്റ് ടൂറിസം പോളിസിയിലാണ് സ്പെഷ്യൽ ടൂറിസം ഏരിയ, നമ്മളുടെ ഇപ്പോഴത്തെ ഈ SEZ സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെ പോലുള്ള ഒരു ടൂറിസം കോൺസെപ്റ്റ് പറയണേ. അതിൽ 5 സ്പെഷ്യൽ ടൂറിസം ഏരിയാസ് ഇന്ത്യയിൽ പറഞ്ഞതിൽ ഒന്ന് നമ്മുടെ ബാക്കലായിരുന്നു. നമുക്കറിയാം, ഒരുപാട് സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ബേക്കൽ റിസോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു അതോറിറ്റി അവിടെ രൂപപ്പെടുത്തുകയാണ്. ഒരു IAS ആളുടെ ഡയറക്ട് മാനേജിംഗ് ഡയറക്ടറായിട്ട് അതിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 278 ഹെക്ടേഴ്സോളം ലാൻഡ് അവിടുന്ന് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ അതിന് അക്വയർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വരാം. നമുക്കറിയാം, യാതൊരു രീതിയിലും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു ടൂറിസം ഡെവലപ്മെന്റ് ആണ് അന്ന് ബാക്കിൽ നടന്നത്. നമുക്ക് അതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ആ 95ലാണ് തോന്നുന്നു, 96ലാണ് തോന്നുന്നു. അപ്പൊ അതുപോലുള്ള ഒരു സാധനമാണ് നടന്നത്. അതിന് ധാരാളം പ്രൊട്ടസ്റ്റ് ഒക്കെ അവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത്.
നമുക്കറിയാം 1995 കേരളത്തിൽ ആദ്യത്തെ ടൂറിസം പോളിസി വരുന്നത്. ആര്യാടൻ മുഹമ്മദാണെന്ന് എന്റെ ഓർമ്മ.